നമസ്കാരം. കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് സൊല്യൂഷൻ എന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ചില പ്രധാനപ്പെട്ട ടേംസ് ഇന്ന് പരിചയപ്പെടണം. എക്സോസ്മോസിസ്, എൻഡോസ്മോസിസ്, റിവേഴ്സ് ഓസ്മോസിസ്, ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഐസോട്ടോണിക് സൊല്യൂഷൻ, അബ്നോർമൽ മോളിക്കുലാർ മാസ്, വാൻ ഹോഫ് ഫാക്ടർ. വിശദമായ അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്തത് ഓസ്മോട്ടിക് പ്രഷറും ഓസ്മോസിസുമായിരുന്നു. ഓസ്മോസിസ് ഈസ് ദി സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ or from dilute solution to concentrated solution when the two liquids are separated by a semi-permeable membrane. ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് സോൾവെൻറ്റിനെയും സൊല്യൂഷനെയും തമ്മിൽ വേർതിരിച്ചാൽ സോൾവെൻ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റിൽ നിന്ന് സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ സൊല്യൂഷനിലേക്ക് സ്പോണ്ടേനിയസ് ആയി കടന്നുപോകും. അല്ലെങ്കിൽ ഒരു ഡയലൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും തമ്മിൽ സെമി പെർമിയബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് വേർതിരിച്ചാൽ ഡയലൂട്ട് സൊല്യൂഷനിൽ നിന്ന് സോൾവെൻ്റ് മോളിക്യൂൾസ് സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് കടന്നുപോകും. സോൾവെൻറ്റിൻ്റെ ഈ സ്പോണ്ടേനിയസ് ഫ്ലോയാണ് ഓസ്മോസിസ്. ഓസ്മോസിസ് ഈസ് ദി സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഫ്രം സോൾവെൻറ്റ് ടു സൊല്യൂഷൻ or from dilute solution to concentrated solution when the two liquids are separated by a semi-permeable membrane. ഓസ്മോസിസ് എന്ന പ്രതിഭാസം നടക്കുമ്പോൾ സൊല്യൂഷൻ സൈഡിൽ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിശേഷിപ്പിച്ചു. The maximum hydrostatic pressure developed on a solution when it is separated from its solvent by a semi-permeable membrane is called osmotic pressure. ഇനി നമുക്ക് ഈ മേഖലയിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ടേമുകൾ പരിചയപ്പെടാം. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ബേസിസിൽ സൊല്യൂഷൻസിനെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു. ഓരോന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനെ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാം. ആ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ സെമി പെർമിയബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ എ സൊല്യൂഷൻ ഈസ് കോൾഡ് ഹൈപ്പർട്ടോണിക് if its osmotic pressure is higher than that of the solution from which it is separated by a semi-permeable membrane. രണ്ട് സൊല്യൂഷനുകൾ എയും ബിയും ഇരുവരെയും തമ്മിൽ ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. എ എന്ന സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂഷൻ ബിയുടെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലെങ്കിൽ സൊല്യൂഷൻ എ ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനാണെന്ന് പറയാം. A solution is called hypertonic if its osmotic pressure is higher than that of the solution from which it is separated by a semi-permeable membrane. സാധാരണഗതിയിൽ സോൾവെൻ്റ് മോളിക്യൂൾസ് ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ സൊല്യൂഷനിൽ നിന്ന്
ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. സോൾട്ട് സൊല്യൂഷനിൽ വീണ മാങ്ങ ഷ്രിങ്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവിടെ സോൾട്ട് സൊല്യൂഷന് ഹൈപ്പർടോണിക്കാണ്. അതുകൊണ്ട് മാങ്ങയിൽ നിന്ന് സോൾവെൻ്റ്, അതായത് വാട്ടർ, സോൾട്ട് സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് മാങ്ങ ഷ്രിങ്ക് ചെയ്യുന്നത്. ഒരു സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷന് 0.91% മുകളിലാണെങ്കിൽ ബ്ലഡ് സെൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് ഹൈപ്പർടോണിക്കാണ്. അങ്ങനെയെങ്കിൽ അത്തരം ഒരു സൊല്യൂഷനിൽ എത്തപ്പെടുന്ന ബ്ലഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യുന്നത് കാണാം. ഇവിടെ ബ്ലഡ് സെൽസിൽ നിന്ന് സോൾവെൻ്റ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നതാണ് അതിന് കാരണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനുമായി കോണ്ടാക്റ്റിൽ വരുന്ന സൊല്യൂഷനിൽ നിന്ന് സോൾവെൻ്റ് മോളിക്യൂൾസ് സെമി പെർമിബിൾ മെമ്പറൈനിലൂടെ ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്യും. അടുത്ത കാറ്റഗറി ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാം. ആ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂഷനെ ഒരു സെമി പെർമിബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കുറവെങ്കിൽ a solution is called hypotonic if its osmotic pressure is lower than that of the solution from which it is separated by a semi-permeable membrane. രണ്ട് സൊല്യൂഷനുകൾ, സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും ഇരുവരെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ഒരു സെമി പെർമിബിൾ മെമ്പറൈൻ ഉപയോഗിച്ച്. എ എന്ന സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ സൊല്യൂഷൻ ബിയുടെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കുറവാണെങ്കിൽ സൊല്യൂഷൻ എ ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആയിരിക്കും. A solution is called hypotonic if its osmotic pressure is lower than that of the solution from which it is separated by a semi-permeable membrane. സാധാരണഗതിയിൽ സോൾവെൻ്റ് മോളിക്യൂൾസ് ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്ന് സെമി പെർമിബിൾ മെമ്പറൈനിലൂടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള സൊല്യൂഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്ക് സോൾവെൻ്റ് എത്തപ്പെടുമ്പോൾ ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്ന് സോൾവെൻ്റ് നഷ്ടപ്പെടുന്നു. 0.91% താഴെ കോൺസെൻട്രേഷനുള്ള ഒരു സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ എത്തുന്ന ബ്ലഡ് സെൽസ് സ്വെല്ല് ചെയ്യുന്നത് കാണാം. ഇവിടെ ബ്ലഡ് സെൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ സോൾട്ട് സൊല്യൂഷന് ഹൈപ്പോട്ടോണിക്കാണ്. അതുകൊണ്ട് സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് സോൾവെൻ്റ് മോളിക്യൂൾസ് ബ്ലഡ് സെൽസിലേക്ക് എത്തപ്പെടുന്നു. ബ്ലഡ് സെൽസ് സ്വെല്ല് ചെയ്യുന്നതിൻ്റെ റീസൺ അതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്ന് സോൾവെൻ്റ് മോളിക്യൂൾ സെമി പെർമിബിൾ മെമ്പറൈനിലൂടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുള്ള സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത കാറ്റഗറി ഐസോട്ടോണിക് സൊല്യൂഷൻ. രണ്ട് സൊല്യൂഷനുകൾ അവർ എക്സേർട്ട് ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷർ തുല്യമാണെങ്കിൽ ഇരുവരുടെയും മൊളാലിറ്റി
ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് സൊല്യൂഷനുകൾ ഐസോട്ടോണിക് സൊല്യൂഷനുകളായിരിക്കും. ടു സൊല്യൂഷൻസ് ആർ കോൾഡ് ഐസോട്ടോണിക് if they exert the same osmotic pressure and they have the same molality. രണ്ട് സൊല്യൂഷനുകൾ, സൊല്യൂഷൻ എ ആൻഡ് സൊല്യൂഷൻ ബി, ഇരുവരുടെയും ഓസ്മോട്ടിക് പ്രഷറുകൾ ഈക്വൽ ആണെങ്കിൽ സൊല്യൂഷൻ എയും സൊല്യൂഷൻ ബിയും ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആണെന്ന് പറയാം. ഇവിടെ സൊല്യൂഷനുകൾ ഐസോട്ടോണിക് ആണെങ്കിൽ മൊളാലിറ്റി ഈക്വലാണ്. മൊളാലിറ്റി ഈക്വൽ ആണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോൾസും തുല്യമാകണം. അങ്ങനെയെങ്കിൽ N1 ഈസ് ഈക്വൽ ടു N2 എന്ന് മാത്തമാറ്റിക്കലി രേഖപ്പെടുത്താം. N1 സൂചിപ്പിക്കുന്നത് ഒന്നാമത്തെ സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് മോൾസ്, N2 റെപ്രസെൻ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ W1 ഡിവൈഡഡ് ബൈ M1 ഈസ് ഈക്വൽ ടു W2 ഡിവൈഡഡ് ബൈ M2 എന്ന് രേഖപ്പെടുത്താം. ഇവിടെ W1 ഈസ് ദി മാസ് ഓഫ് സൊല്യൂട്ട് ഓഫ് മോളിക്കുലാർ മാസ് M1 and W2 is the mass of another solute of molecular mass of M2. W1 സൂചിപ്പിക്കുന്നത് M1 മോളിക്കുലാർ മാസ്സുള്ള ഒന്നാമത്തെ സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ വെയ്റ്റ്, W2 സൂചിപ്പിക്കുന്നത് M2 മോളിക്കുലാർ മാസ്സുള്ള രണ്ടാമത്തെ സൊല്യൂഷനിലെ സൊല്യൂട്ടിൻ്റെ വെയ്റ്റിനെ. 0.91% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് ഐസോട്ടോണിക് ആകുന്നു ഹ്യൂമൻ RBCയുമായി. 0.91% സൊല്യൂഷൻ ഓഫ് പ്യുവർ NaCl ഈസ് ഐസോട്ടോണിക് വിത്ത് ഹ്യൂമൻ RBCs. 0.91% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ സലൈൻ സൊല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് ബ്ലഡ് സെൽസിലെ ഫ്ലൂയിഡ്സിന് ഐസോട്ടോണിക്കാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് സേഫ് ടു ഇൻജെക്റ്റ് ഇൻട്രാവെനസ്ലി. ബട്ട് വെൻ പ്ലേസ്ഡ് ഇൻ വാട്ടർ കണ്ടെയ്നിങ് ലെസ് ദാൻ 0.9% സോൾട്ട്, blood cells collapse due to flow of water into the cells by osmosis. എന്നാൽ 0.91% താഴെയുള്ള ഒരു സോൾട്ട് സൊല്യൂഷനിലാണ് ബ്ലഡ് സെൽസ് വയ്ക്കുന്നതെങ്കിൽ ബ്ലഡ് സെൽസിലേക്ക് സൊല്യൂഷനിൽ നിന്ന് വാട്ടർ ഓസ്മോസിസിലൂടെ പ്രവേശിച്ച് ബ്ലഡ് സെൽസ് സ്വെല്ല് ചെയ്ത് അത് പൊട്ടിപ്പോകുന്നതിന് കാരണമാകുന്നു. ഇനി നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഓസ്മോസിസുകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. ആദ്യം എക്സോസ്മോസിസ്. എക്സോസ്മോസിസ് ഇറ്റ് ഈസ് outward flow of water or solvent from a cell through semi-permeable membrane. ഒരിക്കൽ കൂടി പറയാം. ഇറ്റ് ഈസ് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് വാട്ടർ ഓർ സോൾവെൻറ്റ് ഫ്രം എ സെൽ ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. ഒരു സെല്ലിൽ നിന്ന് വാട്ടർ അല്ലെങ്കിൽ സോൾവെൻറ്റ് സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ പുറത്തേക്കൊഴുകുന്ന പ്രോസസ്സിന് എക്സോസ്മോസിസ് എന്ന് വിശേഷിപ്പിക്കാം. ഒരു ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ വെച്ച് സെൽസ് ഷ്രിങ്ക് ചെയ്യുന്നതിൻ്റെ റീസൺ എക്സോസ്മോസിസ് ആണ്. കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ വെച്ച് റോ മാംഗോ ഷ്രിങ്ക് ചെയ്യുന്നതും കോൺസെൻട്രേഷൻ 0.91%-ന്
മുകളിൽ വരുന്ന സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ എത്തപ്പെടുന്ന ബ്ലഡ് സെൽസ് ഷ്രിങ്ക് ചെയ്യുന്നതും എക്സോസ്മോസിസിൻ്റെ ഫലമായിട്ടാണ്. ചുരുക്കത്തിൽ ഒരു സെല്ലിൽ നിന്ന് സോൾവെൻ്റ് അല്ലെങ്കിൽ വാട്ടർ സെമി പെർമിബിൾ മെമ്പറൈനിലൂടെ പുറത്തേക്കൊഴുകുന്ന പ്രക്രിയയ്ക്ക് എക്സോസ്മോസിസ് എന്ന് വിശേഷിപ്പിക്കാം. ഇറ്റ് ഈസ് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് വാട്ടർ ഓർ സോൾവെൻ്റ് ഫ്രം എ സെൽ ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. അടുത്ത കാറ്റഗറി എൻഡോസ്മോസിസ്. എൻഡോസ്മോസിസ്. It is inward flow of water or solvent to a cell through a semi-permeable membrane. Endosmosis is inward flow of water or solvent to a cell through a semi-permeable membrane. ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ അല്ലെങ്കിൽ സോൾവെൻ്റ് ഫ്ലോ ചെയ്യുന്ന പ്രക്രിയയാണ് എൻഡോസ്മോസിസ്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ എത്തപ്പെടുന്ന സെല്ല് സ്വെല്ല് ചെയ്യുന്നതിൻ്റെ റീസൺ എൻഡോസ്മോസിസ് ആണ്. കോൺസെൻട്രേഷൻ 0.91% താഴെയായ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ എത്തപ്പെടുന്ന ബ്ലഡ് സെൽസ് സ്വെല്ല് ചെയ്ത് കൊളാപ്സ് ചെയ്യുന്നതിൻ്റെ റീസൺ എൻഡോസ്മോസിസ് ആണ്. നെക്സ്റ്റ് ടേം റിവേഴ്സ് ഓസ്മോസിസ്. റിവേഴ്സ് ഓസ്മോസിസ്. If the pressure applied on the solution is greater than the osmotic pressure, then solvent starts passing from solution into solvent. This is called reverse osmosis, generally used for purification of seawater or hard water. ഒരു സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ സൊല്യൂഷനിൽ നിന്ന് സോൾവെൻ്റ് മോളിക്യൂൾസ് സോൾവെൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ പ്രക്രിയയ്ക്ക് വിളിച്ച പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇവിടെ സൊല്യൂഷനെയും സോൾവെൻറ്റിനെയും സെമി പെർമിബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ നോർമൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ സൊല്യൂഷനിൽ നിന്ന് സോൾവെൻ്റ് മോളിക്യൂൾസ് സെമി പെർമിബിൾ മെമ്പറൈനിലൂടെ സോൾവെൻറ്റിലേക്ക് മൂവ് ചെയ്യും. സീ വാട്ടറും പ്യുവർ വാട്ടറും സെമി പെർമിബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഹാർഡ് വാട്ടറും പ്യുവർ വാട്ടറും സെമി പെർമിബിൾ മെമ്പറൈൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. സീ വാട്ടറിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ സീ വാട്ടറിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് പ്യുവർ വാട്ടറിലേക്ക് മൂവ് ചെയ്യുന്നു. അതേപോലെ ഹാർഡ് വാട്ടറിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതലാണെങ്കിൽ ഹാർഡ് വാട്ടറിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് പ്യുവർ വാട്ടറിലേക്ക് മൂവ് ചെയ്യുന്നു. സീ വാട്ടറിനെയും ഹാർഡ് വാട്ടറിനെയും പ്യൂരിഫൈ ചെയ്യുന്നതിന് റിവേഴ്സ് ഓസ്മോസിസ് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം. If the pressure applied on the solution is greater than the osmotic pressure, then solvent starts passing from solution into solvent. This is called reverse osmosis. Generally, reverse osmosis is used for purification of seawater or hard water. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് പരിശോധിക്കാം. അബ്നോർമൽ മോളിക്കുലാർ മാസസ്. നമുക്കറിയാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളുടെ സഹായത്താൽ
സൊല്യൂട്ട്സിൻ്റെ അൺനോൺ സൊല്യൂട്ട്സിൻ്റെ മോളിക്കുലാർ മാസ് ഡിറ്റർമൈൻ ചെയ്യാം. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സൊല്യൂട്ട്സിൻ്റെ നമ്പർ ഓഫ് മോൾസിനെയാണ്. ആ നിലയ്ക്ക് ഏതെങ്കിലും ഒരു ഫാക്ടറിന് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ വ്യത്യാസപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂ തിയററ്റിക്കലി ലഭിക്കേണ്ട വാല്യൂവിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു സ്പെസിഫിക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിച്ച മോളിക്കുലാർ മാസ് അബ്നോർമലാകും. When the molecular mass is calculated with the help of colligative property is different from theoretical molecular mass, it is called abnormal molecular mass. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളുടെ സഹായത്താൽ കണ്ടുപിടിച്ച മോളിക്കുലാർ മാസും ഒരു സൊല്യൂട്ടിൻ്റെ തിയററ്റിക്കൽ മോളിക്കുലാർ മാസും തമ്മിൽ വ്യത്യാസപ്പെടുന്നുവെങ്കിൽ ആ മോളിക്കുലാർ മാസിനെ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് വിശേഷിപ്പിക്കാം. അബ്നോർമൽ മോളിക്കുലാർ മാസിന് കാരണം സൊല്യൂഷനിൽ വെച്ച് സൊല്യൂട്ട്സിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ വ്യത്യാസം വരുന്നതാണ്. പ്രധാനമായും രണ്ട് ഫാക്ടറുകളാണ് സൊല്യൂട്ട്സിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ സ്വാധീനിക്കുന്നത്. ഒന്ന് അസോസിയേഷൻ, രണ്ടാമത്തത് ഡിസോസിയേഷൻ. ഫസ്റ്റ് ഫാക്ടർ നമുക്ക് പരിഗണിക്കാം, അസോസിയേഷൻ. അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇൻ സൊല്യൂഷൻ. ചില സൊല്യൂട്ട് മോളിക്യൂൾസ് സൊല്യൂഷനിൽ വെച്ച് അസോസിയേറ്റ് ചെയ്യുന്നു. സം സൊല്യൂട്ട്സ് ഇൻ സൊല്യൂഷൻ അണ്ടർഗോ അസോസിയേഷൻ. ഉദാഹരണത്തിന് ബെൻസോയിക് ആസിഡ് ബെൻസീനിൽ വെച്ച് ഡൈമറൈസ് ചെയ്യുന്നു. ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ അസോസിയേറ്റ് ചെയ്യുകയാണ് ബെൻസോയിക് ആസിഡ്. ഇവിടെ ഡൈമറൈസേഷനാണ് നടക്കുന്നത്. രണ്ട് മോളിക്യൂൾ ബെൻസോയിക് ആസിഡ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ സഹായത്താൽ ഡൈമറായിട്ട് മാറുന്നു. അതേപോലെ അസറ്റോൺ എന്ന സോൾവെൻറ്റിൽ വെച്ച് അസറ്റിക് ആസിഡും അസോസിയേറ്റ് ചെയ്യുന്നു. ഇവിടെയും ഡൈമറൈസേഷനാണ് നടക്കുന്നത്. അസോസിയേഷൻ്റെ ഫലമായി സൊല്യൂഷനിലെ സൊല്യൂട്ട്സിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഡിക്രീസ് ചെയ്യുന്നു. ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ്. ആ നിലയ്ക്ക് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും വ്യത്യാസപ്പെടുന്നു. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നത് മൂലം ഇവിടെ ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യുന്നു. ദി ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിക്രീസസ്. അങ്ങനെയെങ്കിൽ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്ത മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യണം. മോളിക്കുലാർ മാസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദി തിയററ്റിക്കൽ വാല്യൂ. ഇവിടെ ബെൻസോയിക് ആസിഡിൻ്റെ കേസിൽ ഡൈമറൈസേഷനിലൂടെ ബെൻസോയിക് ആസിഡിൻ്റെ എണ്ണം പകുതിയാകുന്നു. കാൽക്കുലേറ്റഡ് മോളിക്കുലാർ മാസ് ഇരട്ടിയായി മാറുന്നു. ഇതേ ഒബ്സർവേഷൻ തന്നെയാണ് നമ്മൾ അസറ്റിക് ആസിഡിൻ്റെ കേസിലും കാണുന്നത്. ഡൈമറൈസേഷനിലൂടെ അസറ്റിക് ആസിഡ് മോളിക്യൂൾസിൻ്റെ എണ്ണം പകുതിയാകുന്നു. അതിൻ്റെ ഫലമായി കാൽക്കുലേറ്റ് ചെയ്ത മോളിക്കുലാർ മാസ് തിയററ്റിക്കൽ മോളിക്കുലാർ മാസിന് ഇരട്ടിയായിരിക്കും. ചുരുക്കത്തിൽ സൊല്യൂഷനിൽ വെച്ച് സൊല്യൂട്ട് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ് തിയററ്റിക്കൽ മോളിക്കുലാർ മാസിനേക്കാൾ കൂടുതലായിരിക്കും. സൊല്യൂഷനിലെ സൊല്യൂട്ട്സിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്സ് ഇൻ സൊല്യൂഷൻ. നമ്മൾ പരിഗണിച്ച സൊല്യൂട്ട്സ് ഇലക്ട്രോലൈറ്റുകളാണെങ്കിൽ അവർ സൊല്യൂഷനിൽ വെച്ച് ഡിസോസിയേറ്റ് ചെയ്യുന്നു. സം സൊല്യൂട്ട്സ് ഇൻ സൊല്യൂഷൻ അണ്ടർഗോ ഡിസോസിയേഷൻ.
ഡിസോസിയേഷൻ്റെ ഫലമായിട്ട് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു. ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. അങ്ങനെയെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വർധന ഉണ്ടാകും. ദി ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വിൽ ഓൾസോ ഇൻക്രീസസ്. എങ്കിൽ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത മോളിക്കുലാർ മാസിൻ്റെ വാല്യൂ കുറയും. മോളിക്കുലാർ മാസ് വിൽ ബി ലോവർ ദാൻ ദി തിയററ്റിക്കൽ വാല്യൂ. For example, sodium chloride molecules dissociates in solution to form Na plus and Cl minus ions. Here, number of particles increases. Observed colligative property increase ചെയ്യുന്നു. Then the calculated molecular mass will be lower than the theoretical value. In order to express the extent of dissociation or association of solutes in solution, the scientist Van Hoff introduced a factor called Van Hoff factor I. ഒരു സൊല്യൂഷനിൽ വെച്ച് സൊല്യൂട്ട്സ് എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം അസോസിയേറ്റ് ചെയ്യുന്നു എന്നത് നമുക്ക് വാൻ ഹോഫ് ഫാക്ടർ ഐയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു. ഇത് ആക്ച്വലി ഒരു റേഷ്യോവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാൻ ഹോഫ് ഫാക്ടർ ഐ ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. മൊളിക്കുലാർ മാസ് ഡിറ്റർമിനേഷൻ ഉപയോഗിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒബ്സർവ്ഡ് വാല്യൂവും സെയിം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ തിയററ്റിക്കൽ വാല്യൂവും തമ്മിലുള്ള റേഷ്യോ. അല്ലെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ ഐ ഈസ് ഈക്വൽ ടു നോർമൽ മൊളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മൊളിക്കുലാർ മാസ്. സൊല്യൂട്ട്സിൻ്റെ തിയററ്റിക്കൽ മൊളിക്കുലാർ മാസും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ സഹായത്താൽ ഡിറ്റർമൈൻ ചെയ്ത മൊളിക്കുലാർ മാസും തമ്മിലുള്ള റേഷ്യോ. അനദർ റിലേഷൻ വാൻ ഹോഫ് ഫാക്ടർ ഐ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇനിഷ്യലി പ്രസൻറ്റ്. സൊല്യൂട്ട്സിൻ്റെ ഡിസോസിയേഷനും അസോസിയേഷനും ശേഷമുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും ഡിസോസിയേഷനും അസോസിയേഷനും മുമ്പുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ. സൊല്യൂട്ട്സ് സൊല്യൂഷനിൽ വെച്ച് ഡിസോസിയേഷനാണ് വിധേയമാകുന്നതെങ്കിൽ ആ സൊല്യൂട്ടിൻ്റെ വാൻ ഹോഫ് ഫാക്ടർ ഐ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. For dissociation, Van Hoff factor I greater than 1. അതേപോലെ സൊല്യൂട്ട് സൊല്യൂഷനിൽ അസോസിയേഷനാണ് വിധേയമാകുന്നതെങ്കിൽ വാൻ ഹോഫ് ഫാക്ടർ ഐ ലെസ് ദാൻ 1 ആയിരിക്കും. ഫോർ അസോസിയേഷൻ വാൻ ഹോഫ് ഫാക്ടർ ഐ ലെസ് ദാൻ 1. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയും വാൻ ഹോഫ് ഫാക്ടർ ഐയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈസ് റിലേറ്റഡ് ടു ദി വാൻ ഹോഫ് ഫാക്ടർ ഐ ബൈ ദി റിലേഷൻ ആൽഫ ഈസ് ഈക്വൽ ടു ഐ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് 1. ഹിയർ ആർ ഈസ് ദി നമ്പർ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം one molecule of the electrolyte. For example, when we consider sodium chloride, here R is equal to 2. ഒരു മോളിക്യൂൾ സോഡിയം ക്ലോറൈഡിൽ നിന്ന് ലഭിക്കുന്ന അയോണുകളുടെ എണ്ണം 2ആണ്. ഒരു Na+ഉം ഒരു Cl മൈനസും. അതേപോലെ Na2CO3 പരിഗണിക്കുമ്പോൾ അവിടെ ആറിൻ്റെ വാല്യൂ 3 ആകുന്നു. 2 Na+ അയോണുകളും ഒരു CO3 2- അയണും.